ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കല്യാണം വരുന്നത് എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മായിയുടെ മോളെ കല്യാണമാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ ചെക്കനൊക്കെ പെണ്ണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തോഴിമാരൊക്കെ കൂടിക്കാണ്ട് പെണ്ണിനെ ആനയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ എത്തിയ പാടന്നെ കണ്ടത്. പിന്നെ നിക്കാഹൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലോണം ലേറ്റായതാണ് കേട്ടോ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോഴേക്കും മിക്ക ആൾക്കാരും ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. ഇത് പിന്നെ ചെക്കൻ്റെ വീട്ടിലത്തെ ഫാമിലി ആയിരുന്നു. ഇത് എൻ്റെ അനിയത്തീസും എൻ്റെ വല്യമ്മയും അവരൊക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഓരോ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ അമ്മായിസാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നതാണ്. അതിന് ശേഷം കുട്ടികളെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസ്. കാരണം എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ ചെക്കനെയും പെണ്ണിനെയും ബാക്കിലിരുത്തി ഇവർ നല്ല അടിപൊളി മാഷാ അല്ലാഹ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറയുന്നു കേട്ടോ. കാരണം ചില കുട്ടികൾക്കൊരു മടിയായിരിക്കുമല്ലോ, ഇവർക്ക് അതൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ അവർ ഓരോ സ്റ്റെപ്പുകളും ചുവട് വെച്ച് ഇഷ്മോൾക്ക് വലിയ ഇഷ്ടമല്ല ഡാൻസ് കളിക്കാൻ, പക്ഷേ അനിയത്തിൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങളെല്ലാവരും ഉള്ള ഉപ്പാൻ്റെ ഫാമിലീസാട്ടോ അതൊക്കെ. പിന്നെ ഇത് അവരിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായി വരുന്നത്. അപ്പോൾ അമ്മായിനെയൊക്കെ പിടിച്ചും പിന്നെ അവളെ അമ്മായിയാണ്, അവളെ ഉപ്പാൻ്റെ പെങ്ങൾ. അങ്ങനെ എല്ലാവരോടും അവൾ യാത്ര പറയാണ്. അത് കണ്ടപ്പോൾ സങ്കടമായിപ്പോയിട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നത് തന്നെ ഉള്ളൂ. അങ്ങനെ എല്ലാവരോടും അവൾ പറഞ്ഞ് ഇത് പിറ്റേ ദിവസത്താണ് കേട്ടോ. പിറ്റേ ദിവസം അന്നേ ദിവസം നമ്മളാരും ചെക്കൻ്റെ വീട്ടിലേക്ക് പോയില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം പൊട്ടിയൊക്കെ അടിച്ച് ഞങ്ങൾ അവളെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിറ്റേന്ന് നൈറ്റിക്കായിരുന്നു കേട്ടോ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ബസ്സിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുറച്ചൊക്കെ ലോങ് ഉണ്ട് കേട്ടോ ചെക്കൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ ബസ് കയറാനും വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആ ഭാഗത്ത് കൂടെയാണ് കേട്ടോ ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അനിയത്തീസ്, ഉമ്മ, പിന്നെ അമ്മായിയുടെ പേരമോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറാനും വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോഡ് ഇത് കണ്ടില്ലേ, ഇത് തോട് വറ്റി വരേണ്ടതൊന്നുമല്ല കേട്ടോ, റോഡാണത്. റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞങ്ങളവിടുത്തെ. പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മായിസാണ്. അപ്പോൾ എല്ലാവരും ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലോങ്ങാണ് സ്ഥലം എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടിയതായിരുന്നു. ഇത് പിന്നെ അതിന് ശേഷം ബസ്സിൽ കയറി ബസ്സിൽ കയറുന്ന വീഡിയോ ആണ് കേട്ടോ. ബസ്സിൽ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാലിങ്ങനെ എല്ലാവരും ഒന്നിങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല. മാഷാ അല്ലാഹ് എൻ്റെ അമ്മായിയൊക്കെ ഉഷാറാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊപ്പം കൂടും. അതാണല്ലോ നമുക്കൊരു വൈബ് വരിക. അതുകൊണ്ട് തന്നെ അവർ നമ്മളൊപ്പത്തിനൊപ്പം കൂടും. അപ്പോൾ നമുക്കും അതിനനുസരിച്ച്, കാരണം അവർക്കൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ ഇതാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങളൊക്കെ ആടിയും പാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. നല്ലോണം വൈബ് അടിച്ച് പോകാണ്ട് ഞങ്ങൾ. പിന്നെ പറഞ്ഞാൽ നല്ല ലോങ്ങും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ അമ്മായിയൊക്കെ ആദ്യമൊക്കെ നല്ലോണം ഒപ്പന കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. കാരണം നമുക്ക് എത്രത്തോളം അവരൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിച്ചോ അതാണല്ലോ നമുക്ക് ഇഷ്ടം. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഓരോരുത്തർ പിന്നെ ഈ ഒരു ട്രിപ്പ് മീൻസ് ഈ ഒരു ഫംഗ്ഷൻ ഇഷ്മോളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഒരു ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കല്യാണം ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകില്ല എന്നല്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആയപ്പോൾ പിന്നെ ഞങ്ങളവിടെ എത്തി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം അവിടേക്ക് ഇങ്ങനെ അവിടെയും ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ പിന്നെ ഞങ്ങൾ ചെന്ന പാടന്നെ അവളെ കണ്ടില്ലായിരുന്നു കേട്ടോ. കാരണം അവൾ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയും ചെക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണിന്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ അവിടെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരങ്ങനെ നല്ലോണം പാട്ടൊക്കെ പാടി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഐറ്റംസും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ആകാൻ ചെന്നപ്പോഴാണ് കേട്ടോ
ഇവരൊരു ഡാൻസ് കണ്ട് നല്ല രസമാണ്. ഈ ഒരു എന്താണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിങ്ങനെ കണ്ടിരുന്നാൽ പിന്നെ നമുക്ക് പോരാൻ തോന്നുന്നില്ല. ഈ വീഡിയോ എടുക്കുന്ന ആൾ ഒരു എന്താണ് കൊണ്ടുവരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവരോട് ഓരോ എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ എന്താണ് ഇവിടെ കോഴിക്കോടുള്ള ടീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ ഇതൊക്കെ കൊടുത്താൽ അവരെല്ലാം അവരെന്നെ അറേഞ്ച് ചെയ്ത് തരും പറഞ്ഞു. നമ്മളൊന്നും അറിയണ്ട, ഡ്രസ്സും കാര്യമൊക്കെ അവരെന്നെ സെറ്റാക്കി കൊണ്ടുവരും. അങ്ങനെ എന്താണ് ഇവിടെ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ സ്റ്റേജിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരെ ഒപ്പനയും ഇവർ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ചുവട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല ഹരം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ അവിടെ ഒരു റിലേറ്റീവായി എന്താണ് ചെല്ലുന്നതല്ലേ, മീൻസ് ഗസ്റ്റായി ചെല്ലണതല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് വിടാൻ വയ്യല്ലോ. അപ്പോൾ അവർ കളിക്കണതിനനുസരിച്ചൊക്കെ എന്താണ് ഇങ്ങനെ ത്രില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾ ഇവരുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ പല കോസ്റ്റ്യൂമിലായിട്ട് വലിയ ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോന്നതിന് ശേഷം എന്താണ് ഇവിടെ കേക്ക് മുറി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളോട് കേക്ക് മുറിക്കാനൊക്കെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും ലോങ്ങും പിന്നെ ബസ്സിലും കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇവർ ഓരോ ഡ്രസ്സ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഞങ്ങളുള്ള ടൈമിൽ ഈ ഒരു ഡ്രസ്സിൽ തന്നെയായിരുന്നു കേട്ടോ കളിച്ചിരുന്നത്. പിന്നെ അതിന് ശേഷമൊക്കെ മുൻപ് എങ്ങനെയെന്ന് നമുക്കറിയില്ലായിരുന്നു. അതിൻ്റെ ശേഷമൊക്കെ വേറെ ഡ്രസ്സിലിങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയപ്പോൾ ഇവർ ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ വരുന്നതൊക്കെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ഹരമായിട്ട് തോന്നിയിട്ടാണ്. അങ്ങനെ എന്താണ് ഇത് എൻ്റെ മൂന്നാമത്തെ അമ്മായിയുടെ ചെറിയ മോളെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ എന്താണ് ഓരോരുത്തരായിട്ടൊക്കെ ഇങ്ങനെ അവളങ്ങനെ വിളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ഒരു ചമ്മലും കാര്യമൊക്കെ ഉണ്ടായിരിക്കും, എന്താ അറിയില്ല. അങ്ങനെയൊക്കെ എന്താണ് ഇതായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു കല്യാണമായിരുന്നു. ഇത് കണ്ടില്ലേ, ചെക്കന്മാർ അതിനനുസരിച്ച് കളിക്കുകയാണ്. അതൊക്കെ ഒരു വൈബ് തന്നെയാണല്ലോ അല്ലേ. പിന്നെ അത് എന്താണ് ഇവർ വരുന്ന ടൈമിൽ ഇത് കത്തിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറാൻ പറഞ്ഞു. കാരണം എന്താണ് തീയൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം അത് മേലേക്കൊക്കെ ആയാലും അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് അല്ല. ഡിസ്റ്റർബൻസ് എന്താണെന്നാൽ ഭയങ്കര ഒരു എന്താണ് തീയൊക്കെ പെട്ടെന്ന് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ പൂത്തിരിയൊക്കെ കത്തിക്കണ അതേപോലെയല്ലേ. അങ്ങനെ എന്താണ് അവർ കണ്ടില്ലേ ഇത് കത്തിക്കുന്ന ടൈമിൽ അവർ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരങ്ങനെ അവിടെ നിന്ന് ഡാൻസ് കളിക്കണം അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് പിന്നെ ചെക്കൻ്റെ ഫാമിലീസാണ് കേട്ടോ ഈ കൊണ്ടുവരുന്നത്. നമ്മളെ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ പിന്നെ റിലേറ്റീവ്സല്ലേ കൊണ്ടുവരിക. ഇതാകുമ്പോൾ ഇവർ കൊണ്ടുവന്നു. അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞില്ല നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ കല്യാണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ എന്താണ് പെണ്ണിനെ സ്റ്റേജിൽ കയറ്റിയ പാടന്നെ എന്താണ് പാട്ട് പാടൽ തുടങ്ങി. ഇത് കണ്ടില്ലേ ആ ഗ്രീൻ ടീഷർട്ട് ഇട്ട ചെക്കന് അത് പാട്ട് പാടുന്ന ആളായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് എന്താണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എൻ്റെ മുമ്പിൽ മൈക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ എനിക്ക് നമുക്കൊന്നും പാടാൻ അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ എത്തിയ പാടന്നെ അമ്മായിയുടെ അതായത് അമ്മായിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഓരായിട്ടുള്ള ഒരു പിന്നെ ഫാമിലി പിക്കായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫാമിലി പിക്ക്. അങ്ങനെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളൊക്കെ വണ്ടി കയറിട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയ ആ ഒരു എന്താണ് എനർജി ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് ഞങ്ങളൊക്കെ പെട്ടെന്ന് സീറ്റിലൊക്കെ കിടന്ന് ഭയങ്കര ക്ഷീണിച്ചായിട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഫുൾ എനർജി ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിട്ടോ. എൻ്റെ യഷ്മോളെ കൊണ്ടുപോകാത്തത് സാഹചര്യം കൊണ്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ എന്താണ് ആ ഒരു നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് തന്നെ അടിപൊളിയായി എൻജോയ് ചെയ്തിട്ടോ. നല്ല എന്താണ് ഉഷാറായിരുന്നു. ഇത് പിന്നെ അവിടെ എന്താണ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഉള്ളൊക്കെ ഓരോ എന്താണ് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു പിക്ചർ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. അവർ ഡ്രസ്സിൻ്റെ കളറ് ഈ ഒരു റെഡായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് അവൾ ഗോൾഡൻ കളറിലൊക്കെ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. അങ്ങനെ എന്താണ് അവർ കേക്ക് കട്ട് ചെയ്യലും ഒക്കെ ആയിരുന്നു. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അപ്പോഴേക്കും വീട്ടിലേക്ക് പോരാനും വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ബസ്സിലൊക്കെ കയറിയുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.